നമസ്കാരം, സദൻ മെനുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉണക്ക ചെമ്മീൻ വറവാണ്. ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, വളരെ ടേസ്റ്റിയുമാണ്. നമ്മുടെ ഉണക്ക ചെമ്മീൻ വറവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിതൊക്കെ. ആദ്യം ഉണക്ക ചെമ്മീൻ, ഞാൻ ഏകദേശം ഒരു 50 ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങ ചിരകിയത്, ഇത് ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകിയതുണ്ടാവും. അതേപോലെ തന്നെ കറിവേപ്പില, താളിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഉണക്ക ചെമ്മീൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഉണക്ക ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ തല ഇതുപോലെ അങ്ങ് മുറിച്ച് കളയുക. അതേപോലെ തന്നെ വാല്, ഇത് രണ്ടും ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഈ ഉണക്ക ചെമ്മീൻ. എല്ലാ ഉണക്ക ചെമ്മീനും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാ ചെമ്മീൻ്റെയും തലയും വാലും കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ പകുതി ഭാഗം ഇങ്ങനെ പോയിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റി എടുക്കുക, എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കഴുകണം. ഇതിൽ മണ്ണും അഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് കഴുകി കളയുക. കഴുകിയതിന് ശേഷം ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഏകദേശം ആ ചെമ്മീൻ ഇങ്ങനെ മുങ്ങി നിൽക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഈ വെള്ളം വറ്റുന്നവരെ നമ്മൾ ചൂടാക്കണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീൻ വേവിക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. ഇതിനിപ്പോൾ ഉപ്പ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം, കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിലുള്ള ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. ഉണക്ക ചെമ്മീനിൽ എപ്പോഴും ഉപ്പുണ്ടാവുമല്ലോ. അത് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ട് വേവിക്കുക. അപ്പോഴേ വെള്ളം വറ്റുള്ളൂ. ഏകദേശം അത് പകുതി വേവ് ആയിട്ടുണ്ടാവും. ബാക്കി തുറന്ന് വെച്ച് വേവിക്കുക. നമ്മളുടെ ചെമ്മീൻ ഏകദേശം വെന്ത് വരുന്നുണ്ട്, വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇതിൽ ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ആഡ് ചെയ്യുക, കാരണം ഉണക്ക ചെമ്മീനിൽ ഇല്ല ഉണക്ക മീനിൽ എപ്പോഴും ഉപ്പുള്ളതായിരിക്കും. നമ്മളുടെ ചെമ്മീനിലെ വെള്ളമൊക്കെ
ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ചിരകിയ തേങ്ങ ഏകദേശം ഇതുപോലെ 2 പിടി ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ചെമ്മീൻ എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളതിൽ 2 പിടി തേങ്ങ മതിയാവും. സോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പരുവം. സോ അതുവരെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതിലേക്ക് താളിക്കണം. അതിന് ഏകദേശം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. സോ ഈ താളിച്ചത് നമ്മളുടെ വറുത്ത ഉണക്ക ചെമ്മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഉണക്ക ചെമ്മീൻ വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കഞ്ഞിയുടെ കൂടെയോ റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്. സോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.